ഇന്ന് നമുക്കൊരു നോമ്പുതുറയുടെ വീഡിയോ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു നോമ്പുതുറയാണ്. 10ാമത്തെ നോമ്പുതുറയുടെ വീഡിയോ ആണത്. അപ്പോൾ ഉള്ളി ബജിയാണ് മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉള്ളി ബജി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി ബജി കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ഉള്ളി ബജിയാണ്. അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ചെമ്മീനില്ലേ, ചെമ്മീൻ കൊണ്ടുള്ള വട ഭയങ്കര ടേസ്റ്റാട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഐറ്റമാണത്. ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിതെന്ന് വെച്ചാൽ കുറേ ചോറ് തിന്നാൻ പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ അതുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു കേട്ടോ. പിന്നെ മുന്തിരി ഉണ്ടായിരുന്നു. മുന്തിരി വണ്ടിക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ആദ്യമായിട്ടാണ് വണ്ടിക്കാരിൽ നിന്ന് മുന്തിരി വാങ്ങിയിട്ട് ഇത്രയും ടേസ്റ്റുള്ളൊരു മുന്തിരി കിട്ടണം കേട്ടോ. നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സാലഡ്. അത് സ്ഥിരം ഇവിടെ ഉള്ളതാണ്. പിന്നെ ജ്യൂസായിട്ടായിട്ട് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ്. ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ പിന്നെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഇവിടെ ആരും അങ്ങനെ ചായ കുടിക്കാറൊന്നുമില്ല. അപ്പോൾ അത് കാരണം ചായക്ക് കടി ഉണ്ടാക്കണ പരിപാടിയൊന്നുമില്ല. ഈ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ ചോറ് തിന്നും, അത്ര തന്നെ. അപ്പോൾ ഇതാ നോമ്പ് തുറന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ എൻ്റെ ഉള്ളി ബജിയാണ്. അതിൻ്റെ ആ ഒരു ഭാവമായിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ ഉള്ളി ബജി എന്നുള്ളത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ ഇതാ സാലഡും കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോറും കഴിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ബൈ, നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.